വെൽക്കം ബാക്ക് ടു ഫാമിലി. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് വർക്ക്ഷോപ്പിലാണ്. വർക്ക്ഷോപ്പ് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ പോകുന്നത്. അപ്പം എന്റെ കാർ ഇപ്പൊ നാളെ ഇറങ്ങും. ഈസ് എ ഗുഡ് ന്യൂ ബോയ് ആയിട്ട് എന്റെ വണ്ടി പറഞ്ഞു. അങ്ങനെ നമ്മള് പണിയാ ഫുള്ള് പുത്തൻ സാധനം മാറും. സ്റ്റിയറിംഗ് ബോക്സ് പുതിയത്, ഷോക്ക് പുതിയത്, ലോറാമ് പുതിയത്, ഫുള്ള് പുതിയത്. എന്ന് വെച്ചാൽ നമ്മള് സെക്കൻഡ് ആയിരുന്നല്ലോ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പറ്റിച്ചാണ്. മൊത്തം നാശമായിട്ടുള്ള വണ്ടി നല്ല റേറ്റ് കൊടുത്തു. നിങ്ങൾക്ക് അറിയാലോ സിവിക്കിൽ പറ്റിപ്പ് എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ സിവിക്കിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയുന്നതാണല്ലോ. അപ്പൊ ഈ വണ്ടി എനിക്ക് വേണ്ടിക്ക് ഒഴിവാക്കാം. പക്ഷെ എനിക്ക് ആ വണ്ടി ഒഴിവാക്കാൻ തോന്നുന്നില്ല. കാരണം നമ്മള് ഫസ്റ്റ് ആദ്യമായിട്ട് എടുത്തതല്ലേ, അതുകൊണ്ടിട്ട് വണ്ടികൾ ഉണ്ടായില്ല എന്നല്ല, നമ്മളെ പേരിൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു ഫസ്റ്റ് ഒരു വണ്ടി എടുക്കുന്നതാണ്. അപ്പൊ നമ്മളത് പണിയാന്ന് വിചാരിച്ചു. ഇതിപ്പോ പുതിയ വണ്ടി എടുക്കുന്ന റേറ്റ് ആയിട്ടോ. മൊത്തം പണിയെല്ലാം കൂടെ രണ്ടു വട്ടത്തെ പെയിന്റ് അടി തന്നെ ഏകദേശം 1 lakh കഴിഞ്ഞു അല്ലേ. യെല്ലോ ആയിരുന്നത് മാറ്റി ഞങ്ങൾ പർപ്പിൾ ആക്കി. പർപ്പിളിന്റെ വണ്ടി ഒന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്ക്രാച്ച് ആയപ്പോഴത്തേന് അതിന്റെ പെയിന്റ് ഒന്നും കൂടെ റീവർക്ക് ചെയ്തപ്പോഴത്തേന് 30,000 ആയി. പിന്നെ അല്ലറ ചില്ലറ പണി എല്ലാം കൂടെ ഏകദേശം ഒരു പണി മാത്രം എത്രയും കാണുന്നു. പണി മാത്രം തുടക്കം തൊട്ടിട്ടുള്ള പണികളുണ്ടല്ലോ, എല്ലാം കൂടി 1 രൂപ അടുപ്പിച്ച് പണി മാത്രമല്ല. പെയിന്റ് കൂടാണ്ട് കേട്ടോ, നല്ലൊരു എമൗണ്ട് എന്നാലും അത് കൊടുക്കൂല. പക്ഷെ മൈലേജ് ഇല്ല കേട്ടോ, മൈലേജ് ഇപ്പം കൂടും. ഞാൻ ഇപ്പൊ സ്റ്റിയറിംഗ് ഓയിൽ മാറി, പിന്നെ അതിന്റെ സെൻസറിന്റെ ഫുള്ള് കിറ്റ് ഉണ്ടായിരുന്നു, അത് മൊത്തം മാറി. EMCക്ക് വയറിങ് മൊത്തം മാറി. EMC മാറാൻ പറ്റില്ല, വയറിങ് മൊത്തം മാറി. ഫുള്ള് നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയി വണ്ടി സെറ്റ്. നമ്മുടെ മുട്ട ബേബി നല്ല രസമുണ്ടല്ലേ. മുട്ട തലയിൽ ഇങ്ങനെ വരച്ചു നോക്കും, മുഖത്ത് നോക്കും, ഇങ്ങനെ വരച്ചു നോക്കും. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ ഒരു തിരക്ക് പിടിച്ച ഡേ ആണ് കേട്ടോ. രാവിലെ എനിക്ക് പീരീഡ്സ് മിസ്സായിട്ടുണ്ടായിരുന്നു. 28-ാം തീയതി ആയിരുന്നു കേട്ടോ. അല്ലടാ, അപ്പുറത്തെ മാർക്കറ്റിൽ കഴിഞ്ഞ മാസം 28-ന് ആവണ്ടായിരുന്നു. അതിപ്പോ പണിയിലൊക്കെ പോയിട്ട് വന്ന് ഇന്നലെയാണ് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്, PCOD ഡൗട്ട് ഉണ്ടായിരുന്നു. മേ ബി PCOD ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല ബ്ലീഡിങ്ങും വയറുവേദനയൊക്കെയാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇറങ്ങിയാണ്. പിന്നെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഡൗട്ട്, ഇനി പ്രഗ്നൻസിയുടെ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാർഡ് മേടിച്ച് നോക്കിയപ്പോഴത്തേനും നെഗറ്റീവ്. അതിപ്പം PCOD ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചിക്കൻ കഴിപ്പായിരുന്നു. കഴിഞ്ഞ ഒരു 1 month ഫുള്ള് ഒരു ദിവസം ഇല്ലാണ്ട് ചിക്കൻ കഴിക്കുമായിരുന്നു. സോ അതിൻ്റെതാകാനാണ് ചാൻസ് കൂടുതൽ. ഡോക്ടറെ കാണാൻ ഇറങ്ങിയാണ്. പിന്നെ ഞാനങ്ങ് മടിച്ചു, വേണ്ടാന്ന് വെച്ചു. ഈ കാർഡിലൂടെ നെഗറ്റീവ് കാണിച്ചപ്പോഴത്തേന് പിന്നെ പോകണമെന്നില്ല. ഞാൻ എന്താ പറയാ, ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് നല്ല മഴയൊക്കെ ഒഴുകുന്നതേ. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. ഇന്ന് ബ്രദറിൻ്റെ ഒരു ഫ്രണ്ടിന് ആക്സിഡൻ്റ് ആയി. അപ്പോൾ ഈ കൊച്ചിന് ബ്ലഡ് കൊടുക്കാൻ പോകണം ഒരു 11:30 ആകുമ്പോഴത്തേന്. ഇപ്പം ഞങ്ങൾ മാർക്കറ്റിൽ പോവാണ്. ഞങ്ങൾ ആദ്യമേ വർക്ക്ഷോപ്പിൽ കയറി ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ അങ്ങനെയാണ് കാർഡ് നോക്കിയപ്പോൾ ഇതിന് നെഗറ്റീവ് കാണിച്ചു. പിന്നെ പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ കാശിക്കോട്ടിൽ നിന്ന് 9ാം മാസത്തിലെ വാക്സിനാണ്. ഇതിന് ഈ 13 ആയപ്പോഴത്തേന് 9 തികഞ്ഞ് 10 തുടങ്ങി. അപ്പം അതിൻ്റെ വാക്സിനാണ് ഇന്ന്. എൻ്റെ ദൈവം, എനിക്ക് അറിയത്തില്ല എന്താവും. 2 ദിവസം പനി ഉണ്ടാവും. കഴിഞ്ഞ വാക്സിൻ്റെ ടൈമിൽ അമ്മയും ഗോകുവും ദുബൈയിലായിരുന്നു. അതായത് 6ാം മാസത്തിലെ വാക്സിനാണ്. ആ സമയത്ത് ഗോകു ഇല്ലായിരുന്നു, അമ്മ ഇല്ലായിരുന്നു. ഇവര് ഗോകു പോയതിന്റെ ഗോകു പോയതിന്റെ അന്നാണ് അവന്റെ വാക്സിൻ എടുത്തത്. ഞാൻ ആകെ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇന്ന് അടുത്ത വാക്സിൻ, ഇവന് വാക്സിൻ എടുക്കുന്ന ദിവസമൊക്കെ എനിക്ക് പേടിയാണ്, പനി വരുമോ തോന്നിയിട്ട്. പിന്നെ കുഞ്ഞിനെ കരച്ചിലയോ എൻ്റെ ദൈവമേ എനിക്കറിയത്തില്ല. പിന്നെ ദേവിക്ക് എൻഎസ് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം. അവർക്ക് സ്കിന്നിൻ്റെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടൊന്ന് പോകണം. അങ്ങനെ ഇന്നത്തെ ദിവസം ഫുള്ള് തിരക്കാണ്. വൈകുന്നേരം PNL ഡോക്ടർ, സ്കിന്നിൻ്റെ ഡോക്ടർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നോക്കട്ടെ, എന്തായാലും അതൊക്കെ നോക്കിയിട്ട് ഇറങ്ങാൻ വിചാരിച്ചു. ഇനി എന്തായാലും ഞാൻ ചിക്കൻ തീറ്റി നിർത്തൂല, ഞാൻ കുറയ്ക്കാമെന്ന് വിചാരിച്ചു. വെച്ചാൽ എന്നും ബ്രോസ്റ്റഡ് മേടിച്ച് കഴിച്ചില്ല, ഉറങ്ങിപ്പോയി. രാത്രി ആകുമ്പോഴത്തേനും ഭയങ്കര ക്രേവിങ്സ് ആണ്. ബ്രോസ്റ്റഡ്, വേറെ ഒന്നും തോന്നില്ല. അന്നേരം ബ്രോസ്റ്റഡ് കഴിക്കണം. ഭയങ്കര വൃത്തിയായിട്ട ശീലമാണത്. എനിക്കാണെങ്കിൽ എനിക്ക് മുന്നത്തെ അപേക്ഷിച്ച് വണ്ണം കുറഞ്ഞിരുന്നായിരുന്നല്ലോ. ഈ ചിക്കൻ കഴിപ്പും വണ്ണം വെക്കലും ഒക്കെ ആയപ്പോഴത്തേനും എനിക്കറിയാമായിരുന്നു PCOD ആണ്. പിന്നെ പീരീഡ്സ്
വയസ്സായപ്പോഴും തോന്നി PCOD ആയിരിക്കും. പ്രഗ്നൻസിയിൽ ഞങ്ങൾക്ക് അത്ര ഇതൊന്നും കൺഫേം അല്ലായിരുന്നു, പക്ഷെ PCOD എനിക്ക് കൺഫേം ആയിരുന്നു. ഇന്നലെ അടിച്ച് കിട്ടിയിട്ടുണ്ട്, ഇനി അത് മാറ്റിയെടുക്കണം. ഞാൻ ഹോസ്പിറ്റലിൽ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം PCOD വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മാരേജ് കഴിഞ്ഞ ടൈമിൽ. അന്നേരവും ഞാൻ അതും ഈ ചിക്കൻ കഴിപ്പ് കൊണ്ടിട്ട് വന്നതാണ്. ഞാൻ കൺട്രോൾ ചെയ്ത് ആണ്. അതിന് മുമ്പത്തെ ദിവസം വരെയും ചിക്കൻ കഴിപ്പായിരുന്നു, എന്നും ചിക്കൻ ഭയങ്കര ദോഷമാണ് കേട്ടോ. PCOD ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്, ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറയ്ക്കുന്നതാണ് നല്ലത്. ഈ വന്നു കഴിഞ്ഞാൽ ഭയങ്കര മെനക്കേടാണ്. സോ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ കൺട്രോൾ ചെയ്യാൻ പോവാം. ചിക്കൻ നിർത്തതില്ല, കുറയ്ക്കും. അപ്പം ഞങ്ങൾ മീൻ മേടിച്ചിട്ട് വരാം. മാർക്കറ്റിൽ വന്നു. അപ്പോൾ ദേ നമ്മുടെ സിവിക് ബേബി ഫുള്ള് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുവിധം എല്ലാ പണിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മൊത്തം അഴിച്ച് പണിതെടുത്തു. നമ്മുടെ വീടിൻ്റെ താഴത്തുള്ള സർവീസ് സ്റ്റേഷനാണ് കേട്ടോ. സർവീസ് സ്റ്റേഷൻ മാത്രമല്ല, വർക്ക്ഷോപ്പും എല്ലാം കൂടി ഉള്ളതാണ്. അപ്പോൾ പണികളെല്ലാം ഒരുവിധം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പിന്നെ നേരെ പോകുന്നത് നമ്മുടെ ഇവിടെ അഞ്ചാലമൂട് CKP ചന്തയുണ്ട്, അവിടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല മഴയായിരുന്നുകൊണ്ട് കാശിക്കൊണ്ട് തൊപ്പിയില്ല, മുട്ടയില്ലേ. അപ്പോൾ കണ്ടപ്പോഴത്തേന് ചന്തയിൽ നിന്ന് ഒരു ചേട്ടൻ കാശി തലയിൽ കവർ വെച്ചോ ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ട നനയും എന്നൊക്കെ പറഞ്ഞിട്ടൊരു കവറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ കയറിയിട്ടതേ എന്നെ കമ്മലിൽ പിടിച്ച് കളിയാണ്. കമ്മലും മാല ഒന്നും ഇടാൻ പറ്റില്ല കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ ദേ നമ്മൾ അവിടെ മങ്ങാട് പോണ വഴി നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ചന്തയിൽ പോയിട്ട് വന്ന് മീൻ മേടിച്ച് കൊടുത്തു. ഞങ്ങൾ ഫുഡ് രാവിലെ കഴിച്ചില്ലായിരുന്നു. ആ അത് തന്നെ. ഇനിയിപ്പോൾ നമ്മളിതേ കടിക്കില്ലമ്മ. ഇനിയിപ്പോൾ ഞങ്ങളിതേ കുഞ്ഞിനെ വാക്സിൻ എടുക്കാൻ പോവാണ്. എൻ്റെ ബുക്കൊക്കെ എടുത്തിട്ടുണ്ട്. കാണുന്ന പോലെ എല്ലാവർക്കും തിരിച്ചു വരുമ്പോൾ ആദ്യം കുത്തി വെച്ച് കഴിയുമ്പോൾ വലിയ വേദനയൊന്നും ഉണ്ടാവില്ല, പക്ഷെ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേന് വേദന കൂടി നല്ല കരച്ചിലായിരിക്കും. എൻ്റെ ദൈവമേ, ഒരെണ്ണമുള്ളത് ഇന്ന് MR മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്ത വാക്സിൻ 9 കഴിഞ്ഞിട്ട് 1:15 ഞാൻ വെച്ച് പുറത്തെടുക്കാന്ന്. ഇവിടെ MMR ഇല്ല. ഞാൻ ഇന്നലെ വിളിച്ച് ചോദിച്ചായിരുന്നു, MMR ഇല്ല എന്ന് പറഞ്ഞു. MMR പുറത്തെടുക്കാം. ഇപ്പം MR എടുത്തിട്ട് MMR പുറത്തെടുക്കാന്നാണ് വിചാരിക്കുന്നത്. 900 രൂപയാണെന്നാണ് ആ ആൻറ്റി പറഞ്ഞത്. എനിക്ക് തോന്നുന്നു 2000 രൂപ എന്താണെന്ന് തോന്നുന്നു പ്രൈവറ്റിൽ എടുക്കുമ്പോൾ. നമ്മുടെ ഹെൽത്തിലെ ആശാ വർക്കർ ഉണ്ടല്ലോ, അവർ കോൺടാക്ട് ചെയ്യും. നമ്മുടെ വാക്സിൻ ടൈം ആകുമ്പോഴത്തേക്കും അവർ കോൺടാക്ട് ചെയ്യും, വന്ന് എടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നലെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ലേ പേപ്പർ അടിക്കുമ്പോൾ. ഞാൻ ഒറ്റ വാക്സിനൊന്നും പറഞ്ഞിട്ടാണ് കേട്ടോ പോയത്. ഫസ്റ്റ് ഒരു വൈറ്റമിൻ്റെ മരുന്നുണ്ടായിരുന്നു, അത് വായിൽ കൊടുത്തു. പിന്നെ 3 വാക്സിൻ ഉണ്ടായിരുന്നു, പിന്നെ ബൂസ്റ്ററും അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് എന്തായാലും 3 എണ്ണം ഉണ്ടായിരുന്നു. MRൻ്റെ തന്നെ MRൻ്റെ ബൂസ്റ്ററും പിന്നെ വേറെന്തോ പേര് പറഞ്ഞു, ഞാൻ മറന്നുപോയി. ബുക്കിൽ നോക്കിയിട്ട് പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബേബീൻ്റെ വാക്സിനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല. സത്യത്തിൽ ഞാൻ മറന്നുപോയി കേട്ടോ. ഞാൻ പിന്നെ പുറത്തൊക്കെ പോകണതിൻ്റെ മാത്രം കവർ ചെയ്യാമെന്ന് വെച്ചു. എൻ്റെ ഒരു കണ്ണിൽ ഐലൈനർ ഉണ്ട്, ഒരു കണ്ണിലില്ല. ഞാൻ ഒറ്റ കണ്ണ് നന്നായിട്ട് തിരിഞ്ഞു, അതാ ഈ കണ്ണിൽ അങ്ങനെ പോകാൻ ഭയങ്കര പാടാണ്. നല്ല ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബേബി നല്ല ഉറക്കമാണ് കണ്ടോ, ഞാൻ ഉറക്കി കിടത്തിയാണ്. പിന്നെ ഇന്ന് എനിക്ക് കുറേ പണി ഉണ്ടായിരുന്നു. ഗോഗു കാറിൻ്റെ അടുത്ത് പോയിരുന്നതാണ്, അവൻ വന്നില്ല. എനിക്ക് റൂമെല്ലാം വൃത്തിയാക്കാനുണ്ടായിരുന്നു, മൊത്തം ഞാൻ നീറ്റാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാലുണ്ടല്ലോ, മൊത്തം പഴനി പോയിട്ട് വന്നിട്ട് പിറ്റേന്ന് ഞാൻ രാവിലെ പറഞ്ഞില്ല എനിക്ക് സുഖമില്ലാണ്ടായി. അങ്ങനെ പിന്നെ ഇന്നലെ മൊത്തം കിടപ്പായിരുന്നു. ഇന്നാണൊന്ന് സമയം കിട്ടിയത്. അങ്ങനെ ഇന്ന് മൊത്തത്തിൽ ഞാൻ വൃത്തിയാക്കി. കശുകുട്ടിനെ അമ്മ ഏൽപ്പിച്ചായിരുന്നു. അവന് വലിയ നിർബന്ധമൊന്നും ഇല്ലാതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ വൈകുന്നേരമായി, ഞാൻ അടുത്ത റെഡിയാവാൻ പോവുകയാണ്. ബിക്കോസ് എവിടെയാണ് ദേവിയും കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോകണം. അപ്പം അതിന് പോകാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ അമ്മേനെയും ദേവീനെയും ഹോസ്പിറ്റലിൽ ഇറക്കി. ഹോസ്പിറ്റലിൽ നമ്മുടെ പഴയ വ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, എൻ്റെ ഡെലിവറി നടന്നത് PNNM എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലാണ്. അപ്പം അവിടെയാണ് ഡെലിവറിക്കല്ല, സ്കിന്നിൻ്റെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അവൾ. അവൾക്ക് സ്കിന്നിന് എന്തോ അലർജി ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇതണക്ക് വരാറുണ്ട്. അങ്ങനെ അവിടെ വന്നേക്കാണ്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാക്സിൻ എടുത്തിട്ട് ബേബിക്ക് അങ്ങനെ ഭയങ്കര കളി നടക്കുക കേട്ടോ ഇവിടെ. വാക്സിൻ എടുത്തിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിച്ചില് മൂക്കുത്തി കണ്ട അന്നേരം പിച്ചി എടുക്കണം. കണ്ടപ്പാ കഴിഞ്ഞ പ്രാവശ്യത്തെ വാക്സിൻ എടുത്തിട്ട് കുഞ്ഞിന് ഭയങ്കര കാലനക്കാൻ വയ്യായിരുന്നു, ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ വാക്സിൻ അത്ര കുഴപ്പമൊന്നുമില്ല കേട്ടോ. വലിയ ഞാനൊക്കെ കൊടുക്കുന്നുണ്ട്. ഈവൻ ആ വാക്സിൻ എടുത്തിട്ട് വേദനയൊന്നും തോന്നില്ല, ചൂടും അങ്ങനെ കയറിക്കൊണ്ടിട്ടില്ല. സമാധാനം, ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ. അപ്പം ഞങ്ങൾ അവിടേക്ക് പോവുകയാണ്. പോയിട്ട് വന്നിട്ട് കാണാം.
ഞങ്ങൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വന്നു. ഇവിടെ നല്ല തിരക്കാണ്, അതുകൊണ്ടിട്ട് അങ്ങോട്ട് ചെല്ലണ്ട, വണ്ടിയിൽ ഇരുന്നോളാൻ പറഞ്ഞു. അല്ലേമ്മ? അല്ലേമ്മ? ഇവിടെ നല്ല തിരക്കാട്ടോ കാണിച്ച. കണ്ടോ, നിറയെ വണ്ടികൾ കിടപ്പുണ്ട്. ഇഷ്ടം വലിയ ഹോസ്പിറ്റലൊന്നും അല്ല, കുട്ടി ഹോസ്പിറ്റലാണ്. പക്ഷേ ഒരുവിധം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഡോക്ടേഴ്സ് ട്രീറ്റ്മെന്റും നല്ലതാണ്. ട്രീറ്റ്മെന്റ് നല്ലതാണ്. എൻ്റെ ഈ മുടി ഉണ്ടോ ഒരുപാട് ബേബി ഹെയർസ് ആയി. അത് എനിക്കറിയത്തില്ല. പുതിയ നമ്മുടെ ഈ സീതപ്പഴമല്ലോ, മുള്ളാത്തേന്നൊക്കെ പറയത്തില്ലേ ഇത്? അവനൊന്നും വീഴൂല. ഷടാ, കൊറേ ബേബി ഹെയർസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പോസ്റ്റ് ആണ് കേട്ടോ. ഗോകുലും ഇല്ല. ഗോകുല് വണ്ടി ഒതുക്കിയിട്ട് എവിടാ വാഷ്റൂമിലോട്ട് പോയി. ഇതുവരെ ശരിയായില്ല. ദേവിയുടെ അതിലൊന്നും നടന്നിട്ടില്ല. അവർ വെയിറ്റ് ചെയ്യാണ് ഡോക്ടറെ കാണാൻ വേണ്ടി. നല്ല തിരക്കാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുക അല്ലേ കാശിയെ? പിച്ചലേ, അയ്യോ വേണ്ട, എൻ്റെ മൂക്കുത്തി വലിച്ചു പിച്ചല പണി. ഉപദ്രവകാരി. ചെവിയിൽ കമ്മല് കണ്ടിട്ടോ, കമ്മല് കഴിക്കുക. വേണ്ടപ്പാ വേണ്ടപ്പാ വേണ്ടപ്പാ. വേണ്ട വേണ്ട. ഞാൻ നോക്ക്, കുഞ്ഞും കാശി, തക്കട കാശിൻ്റെ ഇതിൻ്റെ പൊണ്ണാട പോലെ എൻ്റെ ആടാ, ഇതിൻ്റെ ടങ് എൻ്റെ ആടാ. ദേവിയോട് ഫുഡ് വാങ്ങി തരാൻ പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യില്ല. സോ ഫുഡ് വാങ്ങി തരാൻ പറഞ്ഞിട്ടുണ്ട്. എച്ചിയാണ്, വാങ്ങി തരത്തില്ല. തക്കട പൊന്നോലോ. സമയം ഞാൻ പോസ്റ്റാണ് കേട്ടോ. ഞാൻ നല്ല കട്ട പോസ്റ്റാണ്. ബോറടിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഷോപ്പിൽ പോയില്ലായിരുന്നുണ്ടെങ്കിൽ അത്രയും നേരം കൂടി ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് മടുത്തേനെ. കൊച്ചിനെയും കൊണ്ടിട്ട് ഞാൻ മോളിൽ പോയിരുന്നേലും എടുത്തേനെ കേട്ടോ. കാര്യം ഗോകു കറങ്ങി കിടക്കുന്നത് കാണിച്ചാ കണ്ടാ. അവൻ ഞങ്ങളെ വണ്ടി ഇരുത്തിയിട്ട് അവൻ കറങ്ങി കിടക്കുക. തേണ്ടി എൻ്റെ കമ്മലൂരി എടുത്ത് വായിലിട. എൻ്റെ കമ്മലൂരി എടുത്തുണ്ടാ. നമ്മളറിയത്തില്ല, എന്തെങ്കിലുമൊക്കെ എടുത്തങ്ങ് വായിലിടും. ഇന്നാളെ കാണാം ഒരു സൂചി എടുത്ത് വായിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലായിരുന്നു. എന്ത് ചെയ്തേനെ? പിന്നെ ഒരു ദിവസം കാണാം കോയിനുണ്ടല്ലോ, കോയിനെടുത്ത് വായിലിട്ടു. എന്നിട്ടാ അക്രമം. എൻ്റെ പൊന്നോ, എൻ്റെ പൊന്നോ, എൻ്റെ പൊന്നോ. ഈ പൊന്നാ ഇത് പൊന്ന്. ഞാൻ ഇന്നാളെ വ്ളോഗ് ചെയ്ത ടൈമിൽ ആരോ എന്നോട് ചോദിച്ചു, ചേച്ചി എന്താ ചേച്ചി എപ്പോഴും മുടി കെട്ടിയിടുന്നത്? കെട്ടിയിട്ടിട്ട് കൊള്ളില്ല, അഴിച്ചിടുന്ന ഭംഗിയെന്ന്. പറ്റണ്ടേ, ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലെന്നേ, സമ്മതിക്കണ്ടേ. നമ്മുടെ ഡ്രസ്സിങ് മാറും, നമ്മുടെ മേക്കപ്പ് മാറും, നമ്മുടെ ഹെയർ സ്റ്റൈല് മാറും, നമ്മൾ ടോട്ടലി മാറും. ഇവരൊക്കെ ഒരു പരുവാവുന്നത് വരെ. മുന്നേയൊക്കെ ഞങ്ങളുടെ ചേട്ടത്തേക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് നന്നായിട്ടൊക്കെ ഒരുങ്ങിയൊക്കെ നടക്കുന്നതായിരുന്നു കേട്ടോ. കുഞ്ഞൊക്കെ ആയപ്പോഴത്തേന് ചേച്ചി അങ്ങ് ഒരുമാതിരി ഒരുങ്ങത്തും ഇല്ല, മുടിയൊക്കെ വാരി വെച്ച് കെട്ടി അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഞാൻ ചേച്ചി എന്താ ഒരുങ്ങി നടന്നത് എന്ത് സുന്ദരിയാണെന്ന് ഇപ്പല്ലേ മനസ്സിലായത് എന്തുകൊണ്ടിട്ടാണെന്ന്. അതാ അമ്മച്ചി പറഞ്ഞത്. ഗോകുനെ പോലെ ഇരിക്കുന്നല്ലേ, അവനെ പിച്ചി വെച്ചേക്കുന്ന ആ കവളും താടിയും മുഖവും എല്ലാം. എന്റേത് വല്ല ഉണ്ടോടെ? ഇവിടെ ഉണ്ടോടെ? അച്ഛമ്മോനാ. ഞാൻ ഓടിച്ചോളാന്ന്, നിങ്ങളാരും ഓടിക്കണ്ട. എനിക്കറിയാം ഇത് ഓടിക്കാൻ. എനിക്ക് യന്ത്രത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ അറിയുന്നോണ്ട് കുഴപ്പമില്ല. കാശി ഇപ്പൊ ശരിയാക്കി തരുമെന്ന് തോന്നട്ടോ ഗോകു. ഞങ്ങൾ വണ്ടി മിക്കവാറും ശരിയാക്കും കേട്ടോ. ഇതൊന്നും ശരിയല്ല, ഇതിൻ്റെ ഒന്നും സ്ഥാനം ശരിയല്ല. അവനത് ഇളക്കണം, അതൊന്ന് വായിൽ വെക്കണം. അതിനാണ് ഈ ഇട്ട് പിടിക്കുന്നത് കേട്ടോ. അയ്യോ ഇതാ എൻ്റെ കുഞ്ഞിന് മൊട്ടത്തല ഉണ്ടോ? മൊട്ടത്തല നിറയെ കുരുകുരാ ഉണ്ടോ? കൊതുകുത്തിയാന്നേ. ഇത് സംഭവം ഒരുപാട് കൊതുകൊന്നും വീട്ടിലില്ല. ഒറ്റ കൊതുക് തന്നെ ഓടി നടന്ന് പല സ്ഥലങ്ങളിലായിട്ട് അത് മുട്ടയിൽ തന്നെ കുത്തി വെച്ചിട്ടുണ്ട്. കണ്ടോ, ബാക്കിലും ഒക്കെ ഉണ്ട്.
പാവം എന്റെ കുഞ്ഞ്. എന്റെപ്പാ എനിച്ച പറ്റുന്നില്ലേ പൊന്നിന്? ബേബിക്ക് എണീക്കാൻ വയ്യേ? ഗുഡ് ബോയ്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് അഞ്ചാലമ്പുഴ മഷ്ഫി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് കേട്ടോ. അവിടുത്തെ മന്തി നല്ല മന്തിയാണ്. അങ്ങനെ മന്തി കഴിക്കാൻ വന്നതാണ്. ഞാൻ രാവിലെ പറഞ്ഞതേ ഉള്ളൂ ചിക്കൻ കഴിപ്പ് ഞാൻ കുറയ്ക്കാൻ പോവുകയാണെന്ന്. എന്നിട്ട് ഇതേ ചിക്കൻ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. എന്തല്ലേ അവസ്ഥ? ഞാൻ കുറയ്ക്കും, കുറച്ചേ പറ്റുള്ളൂ. സോ എന്തായാലും കുറയ്ക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി വ്ലോഗ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.